കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ കരുത്തരായ വെസ്റ്റ് ഇൻഡീസിനെ വീഴ്ത്തി സൂര്യകുമാർ യാദവും സംഘവും മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത് 2020 ലോകകപ്പ് ഫൈനൽ ബർത്ത് ഉറപ്പിക്കാനാണ്. എതിരാളി ഇംഗ്ലണ്ടാണ്. അതിനാൽ ചില്ലറ ഒരുക്കങ്ങളല്ല വേണ്ടത്. ബാറ്റിംഗിലെയും ബോളിംഗിലെയും കുറവുകൾ മാത്രമല്ല പരിഹരിക്കേണ്ടത്, ഫീൽഡിൽ തുടരുന്ന പിഴവുകൾ പോലും അവസാനിപ്പിക്കണം. വിൻഡീസിനെതിരായ മത്സരത്തിൽ കൈവിട്ട ക്യാച്ചുകളാണ് 190 മുകളിലേക്കുള്ള സ്കോറിലേക്ക് എത്താൻ അവരെ സഹായിച്ചത്. കരുത്തരെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് കഴിഞ്ഞ മത്സരങ്ങൾ കാണിച്ചു തരുന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരം അത് വ്യക്തമാക്കി തരികയും ചെയ്തു. സിംബാബ്വെക്കെതിരെ മാത്രമാണ് മറിച്ചൊരു പ്രകടനം ടോപ്പ് ഓർഡറിലും മധ്യനിരയിലും കണ്ടത്. മലയാളി താരം സഞ്ജു സാംസൺ ഇല്ലായിരുന്നുവെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യൻ ബാറ്റിംഗ് നിര എങ്ങനെ തകർന്നു, അതുപോലെ വിൻഡീസിനെതിരെയും തകരുന്ന ഘട്ടം ഉണ്ടായേനെ. സഞ്ജുവിന്റെ ക്ലാസ് ബാറ്റിംഗ് ശൈലിയും സാഹചര്യം തിരിച്ചറിഞ്ഞുള്ള ഇന്നിങ്സും വിൻഡീസിനെതിരായ മത്സരം ഇന്ത്യക്ക് ജയിക്കാൻ സഹായകരമായി. സഞ്ജു ഇന്ത്യൻ ടീമിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. ഓപ്പണിംഗിൽ സഞ്ജു എത്തിയതോടെ ഓഫ് സ്പിന്നർമാരെ ഉപയോഗിച്ച് ഓപ്പണർമാരെ വീഴ്ത്താമെന്ന എതിരാളികളുടെ പ്ലാനിങ്ങിന് കടിഞ്ഞാൺ വീഴുകയും ചെയ്തു. എന്നാൽ ലോക 1 നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മ ഫോമിലേക്ക് എത്താത്തത് ടോപ്പ് ഓർഡറിന്റെ കരുത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അഭിഷേക് ക്ലിക്കായാൽ ഇന്ത്യക്ക് ഈസിയായി 200 റൺസിന് മുകളിലേക്ക് സ്കോർ ചെയ്യാനാകും. പിന്നാലെ ഇഷാനും സഞ്ജുവും കൂടി കത്തിക്കേറിയാൽ സ്കോർ എന്താകുമെന്ന് പ്രവചിക്കാനാകില്ല. എന്നാൽ സിംബാബ്വെക്കെതിരായ മത്സരത്തിൽ ഒഴിച്ചാൽ അഭിഷേക് വലിയ സ്കോറിലേക്ക് എത്തിയിട്ടില്ല. 0-3 തവണ തുടർച്ചയായി പുറത്തായപ്പോൾ പിന്നീട് 15, 55, 10 എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ. കഴിഞ്ഞ 6 മത്സരങ്ങളിൽ നിന്ന് വെറും 13.3 ശരാശരിയിൽ 80 റൺസ് മാത്രമാണ് അഭിഷേക് നേടിയത്. കഴിഞ്ഞ കളികളിലെ കുറവുകൾ മനസ്സിലാക്കി നെറ്റ്സിൽ പരിശീലനം ഘടിപ്പിക്കുകയാണ് അഭിഷേക് ശർമ്മ. ചൊവ്വാഴ്ച നടന്ന പരിശീലന സെക്ഷനിൽ ധാരാളം സമയം നെറ്റ്സിൽ ചെലവഴിച്ചു. പ്രധാനമായും അർഷദീപ് സിംഗ്, തിലക് വർമ്മ എന്നിവരുടെ പന്തുകളെ കളിച്ചായിരുന്നു പരിശീലനം. ഒരു ലെഗ് സ്പിന്നറെയും 2 ഓഫ് സ്പിന്നർമാരെയും നെറ്റ്സിൽ നേരിട്ട അഭിഷേക് ശർമ്മ പേസ് ബോളിങ്ങിനെതിരെയും പരിശീലനം നടത്തി. പാകിസ്ഥാൻ, നെതർലാൻഡ്സ്, വെസ്റ്റ് ഇൻഡീസ് ടീമുകൾ അഭിഷേകിനെതിരെ ബുദ്ധിപൂർവ്വം പന്തെറിയുകയായിരുന്നു. ശരീരത്തിന് നേരെ കുത്തിത്തിരിയുന്ന പന്തുകളാണ് പലരും പ്രയോഗിച്ചത്. ഈ പന്തുകളിൽ താരം വീഴുകയും ചെയ്തു. വേഗത കുറഞ്ഞ പന്തുകളിലാണ് ദക്ഷിണാഫ്രിക്കയ്ക്കും സിംബാബ്വെക്കും എതിരായ മത്സരത്തിൽ അഭിഷേക് പുറത്തായത്. എന്നാൽ സിംബാബ്വെക്കെതിരെ 30 പന്തുകളിൽ 55 റൺസ് നേടാനായെന്നത് ശ്രദ്ധേയമാണ്. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഓഫ് സ്പിന്നർ സൽമാൻ ആഗയുടെ പന്തിൽ പുറത്തായപ്പോൾ സെമിയിൽ ഇംഗ്ലണ്ട് വിൽ ജാക്സിന് പന്ത് ഏൽപ്പിച്ച് അഭിഷേകിനെ വീഴ്ത്തുമോ എന്ന ആശങ്ക ആരാധകരിലുണ്ട്. അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ സ്പിന്നർമാർക്കെതിരെ പുൾ ഷോട്ടുകളും ബാക്ക് ഓഫ് ലെങ്ത് ഡെലിവറികളുമാണ് വെല്ലുവിളി. 1 വർഷം മുൻപ് ഇംഗ്ലണ്ടിനെതിരെ വാങ്കഡയിൽ നടന്ന മത്സരത്തിൽ ജോഫ്ര ആർച്ചർ, ജാമി ഓവർട്ടൺ, ആദിൽ റഷീദ് എന്നിവരുടെ ആക്രമണ നിരയെ നേരിട്ട അഭിഷേക് 54 പന്തിൽ നിന്ന് 135 റൺസ് എടുത്ത ചരിത്രമുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്ന 2020 സ്കോറും 2ാമത്തെ സെഞ്ചുറിയുമാണ്. അതേസമയം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അഭിഷേക് ശർമ്മയ്ക്ക് പകരം ഇഷാൻ കിഷനെ സഞ്ജുവിനൊപ്പം ഓപ്പണറാക്കി ഇറക്കണമെന്ന ആവശ്യവുമായി മുൻ ഇന്ത്യൻ പരിശീലകൻ രവിശാസ്ത്രി രംഗത്ത് വന്നു. സെമിയിൽ അഭിഷേകിനെ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തും മുൻപ് നെറ്റ്സിലെ അവന്റെ പരിശീലനം കൂടി നോക്കണം. ആത്മവിശ്വാസം തകർന്നിട്ടുണ്ടോ എന്ന് ടീം മാനേജ്മെന്റ് പരിശോധിക്കണം. മാനസികമായി സമ്മർദ്ദത്തിലാണെന്ന് മനസ്സിലാക്കിയാൽ സഞ്ജു സാംസണിനൊപ്പം ഇഷാൻ കിഷനെ ഓപ്പണറാക്കണം. മധ്യനിരയിൽ റിങ്കു സിംഗിനെ മടക്കി കൊണ്ടുവരികയും ചെയ്യണമെന്ന് രവിശാസ്ത്രി പറഞ്ഞു. എന്നാൽ സെമി ഫൈനലിൽ അഭിഷേകിനെ എന്തെങ്കിലും സർപ്രൈസ് കരുതി വെക്കാൻ സാധിക്കുമെന്ന് ഓസ്ട്രേലിയൻ മുൻ നായകൻ റിക്കി പോണ്ടിങ് പ്രത്യാശ പങ്കുവെക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അഭിഷേക് നേടിയ നേട്ടങ്ങളെ കണക്കിലെടുക്കുമ്പോൾ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പരിശീലകൻ ഗൗതം ഗംഭീറും അഭിഷേകിനെ കൈവിടില്ലെന്ന കാര്യം ഉറപ്പാണ്.